എമർജൻസി ഞാൻ അന്ന് വന്നപ്പോ ഒന്ന് രണ്ടുപേരെ പരിചയപ്പെട്ടിരുന്നു. ഡാംബോ പരിചയപ്പെട്ടു. ഞാൻ എമർജൻസി അപ്പാപ്പനാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്തെല്ലാം വിശേഷം? വിശേഷം ഒന്നുമില്ല. കൂട്ടത്തിലൊരു കാണാൻ വന്നതാ. ചന്ദ്രൻ. വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക. നമസ്കാരം. ഞാൻ ഉസ്മാനെ കേട്ട് ഇവിടെ സ്കൂളിൽ ചേർക്കാൻ. നിങ്ങൾ ഇവരെ നന്നാക്കാൻ കൊണ്ടെന്നല്ലേ ഈ കുണ്ടന്മാരാ? ഓ പിന്നെ പയ്യന്മാർക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് നന്നാകട്ടെ. നമുക്ക് വെളിയിലോട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇവര് ഈ അപ്പി സ്കൂളിൽ ഇട്ട് നമ്മളെ ഗേറ്റ് അടച്ചു കളയുമ്പോ. അതെ പിന്നെ ആരെങ്കിലും ഇവിടെ താമസിക്കാൻ വേണോ? അതിന്റെ വണ്ടി എടുക്കട്ടെ. കൊമ്പനെ എടുത്ത് വിട്ടു. എന്റെ കൊമ്പ, ഐ ലവ് യു കൊമ്പ. വെളിയിലോട്ട് നിർത്താം. അയ്യോ ഒന്ന് മാറിക്കോ. പരന്ത് വിട്ട്. എനിക്ക് ചെറുക്കന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഉണ്ടല്ലോ ആ ചന്ദ്രനെ ഓർമ്മ വരും. ഓ പറ. ഞാന് MRC അപ്പാപ്പനാ. MRC അപ്പാപ്പ. എല്ലായിടത്തും ഒരു അപ്പാപ്പന്മാരുണ്ടല്ലേ? എല്ലായിടത്തും ഇത്തിരി പ്രായമുള്ള ആൾക്കാർ കാണുമല്ലോ. അത് പരിചയപ്പെടാൻ പറ്റിയില്ല. ഓ പരിചയപ്പെട്ട വാസോട്ടൻ അറിയാത്ത ആരുമില്ലല്ലോ ഇവിടെ. ഓക്കെ ശല്യങ്ങളാ, പുരുശല്യങ്ങൾ. അവള് നിന്നെ കുറിച്ച് കുറച്ചു നേരത്തെ ബീച്ചിൽ വെച്ച് എന്റെ അടുത്ത് നന്നായി പറഞ്ഞായിരുന്നു. ആണാ? പറയാൻ ചാൻസ് ഉള്ളൂ. നല്ല തന്നെ പറഞ്ഞത്, വളരെ നല്ലതാ പറഞ്ഞത്. എന്നെ പറ്റി നല്ലത് പറഞ്ഞേ. വളരെ പൊക്കി അങ്ങ് പറഞ്ഞു. അങ്ങനെ ആകാശം വരെ എത്തിയായിരുന്നു. അവസാനം ഒരു ഇടലം കിട്ടെ. അതെനിക്ക് തോന്നി. ആ പേര് അവിടെ നിന്ന് മാറ്റിയായിരുന്നു. എല്ലിയുടെ ഫ്രണ്ടിൽ നിന്നും. ഇല്ല അവിടെ തന്നെ ഉണ്ട്. ഇതേ കണ്ടോ സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പോ? അത് കണ്ടില്ല. മുള്ളി ബസ് സ്റ്റോപ്പിന്റെ മുള്ളിലേക്ക് കാത്തിരിക്കാനോ? ഇതൊക്കെ അവളുടെ ഷോപ്പ് അല്ലേടാ. എലിയുടെ ബണ്ടിൽ നിന്ന് വാസോട്ടിന് സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ്. എന്നിട്ട് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലല്ലോ. ഇരിക്കാൻ സ്ഥലമല്ല, നിക്കുന്ന ബസ് സ്റ്റോപ്പാണത്. അത് മനപ്പൂർവ്വം നിന്റെ പേര് എഴുതി നിന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നമുക്കേ ഒരു ഗ്യാങ് ഹൗസ് വിസിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഓ പറടാ ഇവിടുന്ന് മാറിക്കോ. വണ്ടി പറന്നു വരുന്നത്. വാ സ്കൂള് ഞായറാഴ്ച ലീവില്ല. നിനക്കിപ്പോ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാനും പറ്റിയ ഒരു സ്ഥലമാണോ സ്കൂള്? അതല്ല, ഞായറാഴ്ച ലീവില്ല. ഞായറാഴ്ച ലീവ് ഉണ്ടോ? ഞായറാഴ്ച ലീവ് ഇല്ല. ഞായറാഴ്ച തുറക്കാൻ സമ്മതിച്ചാലല്ല നീ ഇവിടെ. ഞായറാഴ്ച നീ വരണ്ട, ബാക്കി എല്ലാ ദിവസവും വാ. ഓക്കെ സന്തോഷം. അപ്പൊ പഠിക്കണേ മക്കളെ, അത് മാത്രമേ പറയുള്ളൂ. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടതാ, മനസ്സിലായ? നാളെ നേരത്തെ വിളിക്കണേ. വന്നിട്ടില്ല, നാളെ തരുമായിക്കോ. ഓ പറ ഷമീറെ. എന്താ ഇവരെ സ്കൂളിൽ ചേർത്താനുള്ള ഇത് കാരണം? ഷമീറെ, നിങ്ങളുടെ കുടുംബത്തിലോട്ട് ഇവരെ മുതുക്കില് കുണ്ടനടിച്ച് നടക്കാൻ നമുക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ കുടുംബത്തിലോട്ട് വരുന്നതിന് മുമ്പേ ഈ ഉസ്മാൻ നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അന്ന് ഉസ്മാൻ ബർഗർ കടയില് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളൊരു കശുവണ്ടി ഫാക്ടറി ഇവിടെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഉസ്മാൻ അന്നേ ഒരു ജോലി എടുക്കാന്ന് ഞാൻ പറഞ്ഞ. പക്ഷെ ഉസ്മാനെ എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്ന് ഞാൻ വളരെ റീസെന്റ്ലിയാണ് മനസ്സിലായത്. ഇവനെ കാണുമ്പോ തന്നെ മനസ്സിലാക്കട്ടെ. അപ്പൊ ഉസ്മാനെ പഠിക്കണം, രക്ഷപ്പെടണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അപ്പൊ ഉസ്മാനെ സ്കൂളിൽ ചേർക്കാതെ. ഇത് എന്റെ എക്സിന്റെ സ്കൂളാണ്. ചിലപ്പം ഞാൻ ഒരു കാര്യം
മിക്കവാറും ഇവന് ഇവിടുത്തെ ടീച്ചർമാരെ അടിച്ചോണ്ട് പോകാനാ മറ്റായിരിക്കും ഇവന് വാസോണ്ണം പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഇതിന്റെ എക്സിന്റെ സ്കൂളാണ്. അപ്പൊ ഇത് പൂട്ടിക്കാൻ വേണ്ടിട്ടാണ് ഉമ്മാർ രണ്ടുപേരും ഇവിടെ കൊണ്ട് ചേർത്തത്. ഇത് നല്ലതാ. ഇവരെ ഞങ്ങൾ ഐക്യൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. കുഴപ്പമില്ല, നല്ല പിള്ളേരാ. അത് പൊതുസഭയെ പറയാൻ പാടില്ല. അത് നിന്റെ ഇതെല്ലാം മനസ്സിൽ മാത്രം വെച്ചിരുന്നാ മതി. അല്ലല്ല, ഇവര് പഠിച്ചിട്ടപ്പോ ഒരു ഡോക്ടർ ആവുന്നാണോ വാസുണ്ണം വിചാരിക്കുന്നത്? അല്ലല്ല, ഡോക്ടർ അല്ല. ബേസിക് ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ സർവൈവ് ചെയ്യാൻ പറ്റുന്ന അത് മതി. അല്ലാതെ ഡോക്ടർ ഒരു വിശ്വാസം ഇല്ല എനിക്ക്. എന്റെ പുതിയ ലുക്ക് ഞാൻ ഫുൾ ഇത് മുടി വെട്ടി ഹെയർ സ്റ്റൈൽ മാറ്റിയല്ലേ? മൊത്തത്തിൽ മാറി ഞാൻ. ഇപ്പൊ ഫുള്ള് കുറച്ച് സീനായി. വാസുണ്ണം പിടിച്ചിക്കണ്ടേ? അതെ അതെ, ഷമീറിന്നങ്ങ് മാസായിരുന്നു. ഓ, ഞാൻ കാണാറുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് അടിവഴക്കൊന്നും ഉണ്ടായിരുന്നല്ലോ. ഇച്ചിരി ഒച്ചമേളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അടിച്ചങ്ങ് കൊടുത്തു. കഴിഞ്ഞല്ലേ? ഓ, നന്നായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ ഇവരെ പഠിച്ചൊരു നിലയിലെത്തിക്കാന്നുള്ളതാണ് വാസുണ്ണന്റെ ഇപ്പോഴത്തെ ഇത് ഒരു ലക്ഷ്യം. അല്ല, ഈ എലീന്റെ എന്താ സംഭവം വാസുണ്ണ? ഇവളെ എന്റെ അടുത്ത് ഡെയിലി വിളിച്ച് നിങ്ങളെ കുറ്റം പറയലാന്ന് കേട്ടാ. അത് ഷമീർന്നല്ല, ഇപ്പൊ ആരെ കണ്ടാലും ഇത് തന്നെയാണ് ഇവള് പറഞ്ഞോണ്ടിരിക്കണം, മനസ്സിലായ? അല്ല, ഇവള് ടോക്സിക് ആണെന്ന് വാസുണ്ണ. ഇവള് ഭയങ്കര ടോക്സിക് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ അതുകൊണ്ടല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇത് കളഞ്ഞത്. പക്ഷെ ഓള് പറയുന്ന വെച്ചാല് നിങ്ങള് എന്താ പറയാ, 5-6 പെമ്പിള്ളേരുടെ കൂടെ പോകുന്ന ലോയൽ അല്ല, അങ്ങനെയല്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോയാലിറ്റിനെ കുറിച്ചിട്ട് അത് ശരിയാട്ടാ മക്കളെ. ഞാനൊരു കാര്യം കേട്ടായിരുന്നേ. 10 ദിവസം അവളെ 9 ദിവസം കാണാതായിട്ട് 10ന്റെ അന്ന് നീ ഏതോ 2-5 പെമ്പിള്ളേരായിട്ട് പോയെന്നോ അങ്ങനെ എന്തോ കഥ പറഞ്ഞു. എന്റെ പൊന്നമ്മാർത്തി അപ്പാപ്പ, ഞാൻ പറയണ കാര്യം കേക്ക്. ഇവളുള്ള സമയത്ത് ഞാൻ അത്രയും ആത്മാർത്ഥതയായിട്ട്, ഞാൻ അത്രയും സന്തോഷത്തോടു കൂടി നടന്നതാ. ഇവളാണ് ഞാൻ കുറച്ച് ദിവസം വരാതിരുന്ന സമയത്ത് ഒരു പന്നിക്കച്ചവടക്കാരന്റെ കൂടെ പോയത്. ആ സമയത്തൊക്കെ ഉസ്മാൻ അറിയാം. ഉസ്മാൻ അറിയാം അതൊക്കെ. എന്നിട്ട് അതല്ലേലും അങ്ങനെയല്ല ഷമീറ, ബ്രേക്കപ്പ് കഴിയുമ്പോ നമ്മളാണല്ലോ കുറ്റക്കാര്. അതെ 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 അതെ, സത്യ സത്യ. അത് അത്രേ ഉള്ളൂ. ഇതും ഉണ്ടാവില്ല, നമ്മള് മാത്രം ചെയ്യുന്നല്ലോ. പിന്നെ പറഞ്ഞ പെൺവർഗത്തിന്റെ കാര്യമായി ഇങ്ങനെ. പാസ്വേഡ് എന്റെ ഒരു പുതിയൊരു പാട്ടുണ്ട്, പയമ്പൊരി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു 4 പേര് ഒന്ന് മൂളിയാലോ? കേട്ടിട്ട് വാ. അത് മാണോ സമീറ? എന്താ ഗാങ് OG has been temporarily suspended. ഓക്കെ, ഞാൻ പാട്ട് പാടാൻ പോവാ. എല്ലാരും ഇതായിട്ട് സൈലന്റ് ആയിട്ട് കേട്ടോ. ഫോൺ അടയുന്ന. ഓക്കെ. പയമ്പൊരി പയമ്പൊരി തിന്നാൻ കിട്ടും പയമ്പൊരി, കടിക്കാൻ കിട്ടും പയമ്പൊരി, എണ്ണയിലിട്ട് വറക്കാലോ, പൊരിച്ചങ്ങ് കഴിച്ച് തിന്നാലോ. പയമ്പൊരി പയമ്പൊരി വായിലിടാം പയമ്പൊരി. എങ്ങനെയുണ്ട്? 4 വരിയാന്ന് മൂളി തന്നെ ഫുള്ള് റെഡി ആവുന്നേ ഉള്ളൂ. മറ്റേ തൊപ്പിക്കാരൻ പാട്ടിനേക്കാളും കിടില്ല. ദിസ് ഈസ് ബെറ്റർ. ഇതാണ് അടിപൊളി. ലാസ്റ്റ് വരി സൂപ്പർ ആയിരുന്നല്ലേ? ഷമീർ ഇൻഡസ്ട്രി തൂക്കും കേട്ടോ, ഈ ഇൻഡസ്ട്രി തൂക്കും. അതെ അതെ, ഞാനൊരു വെല്ലുവിളിയായിട്ട് വരുന്നുണ്ട്. പുള്ളി സൈഡാവും കേട്ടോ, പുള്ളി സൈഡാവും മിക്കവാറും മിക്കവാറും. അല്ല വാസോണ്ണ, ലാസ്റ്റ് വരി ആയിരുന്നില്ല ഹൈലൈറ്റ് അല്ലേ? ടാഗ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. സത്യം 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 സത്യം. ഇതാണ് കിടില. ഷമീറാണെങ്കിൽ തൊപ്പിയൊക്കെ കിടില പാട്ടുകാരൻ ഷമീറാണ്. ഞാൻ അങ്ങനെ ഇതിൽ ഇറങ്ങാത്തോണ്ടല്ലോ വാസോണ്ണ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പലരും ഫീൽഡ് ഔട്ട് ആവുമല്ലേ. ഞാൻ പിന്നെ അതിന്റെ ഒരു മനസ്സിലായോ, നമ്മൾ ആ ഒരു റെസ്പെക്ട് വെച്ച് അങ്ങനെ നിക്കുന്നേന്ന്. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ഈ ഫീൽഡിലൂടെ ഇനി കൈയടക്കാനുള്ള ഇതാണല്ലേ? അതെ 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 അതെ. മ്യൂസിക് ഇൻഡസ്ട്രി മൊത്തം എന്താ? എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഷമീറ, ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്യാങ് ഹൗസ് വിസിറ്റ് ഉണ്ട്. അതെ, ഞങ്ങൾ അവരുടെ അടുത്തൊന്നും പോയില്ല, ഒന്ന് പോയി. നമുക്കുണ്ട് നാളെ. നാളാക്കിയാ പോരെ? അല്ല, വേറെ നമുക്ക് മറ്റേ അപ്പൊ വാസുണ്ട നമുക്ക് അവിടുന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. നമ്മളെന്നാ ഇറങ്ങട്ടെ. എനിക്ക് വേണം. നേരെ നേരെ ഫ്രണ്ടിലേക്കോ.
കിട്ടി. എന്നാ ഓക്കെ 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 ഓക്കെ. വാസണ്ണ അപ്പൊ പോട്ടെ വാസുണ്ണ. പോട്ടെ പോട്ടെ ഞാനൊന്ന് ഉസ്മാൻ ഒച്ചിരി നീങ്ങുന്നേടാ. ഇച്ചിരി നീങ്ങുന്നടാ. ഓക്കെ ഓക്കെ മറത്തിയപ്പാ കാണാം. ശരിയടാ കാണാം. ഓക്കെ ഇത് തൊപ്പി സീരിയസ് ആക്കും. മോനെ, നാളെ മുതൽ സ്കൂൾക്ക് കറക്റ്റ് സമയത്ത് പറഞ്ഞ ബെല്ലടിച്ചിട്ട് കയറാൻ ഞാനായിക്കൂല. ഓക്കെ 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 ഞാൻ സെക്കൻഡ് ബെഞ്ചില് ഇത് ഫസ്റ്റ് ബെഞ്ചില്. ഓക്കെ ഓക്കെ അപ്പൊ നാളെ കാണാം. സെറ്റ് സെറ്റ് സെറ്റ്. ഞങ്ങളെന്നാ പോയിട്ട് വരാം. ഓക്കെടാ ഓക്കെ ഓക്കെ ഓക്കെ. സുഖം എടാ വാടാ നമുക്ക് അവരുടെ ഗ്യാങ് ഹൗസ് വരെ ഒന്ന് പോയിട്ട് വരാം. മറ്റേ സഗുരു പറ. നിങ്ങൾ പോകുന്ന ഗ്യാങ് ഹൗസ് ഉള്ള ആൾക്കാരായിട്ട് ഞാൻ പറഞ്ഞേ. കേട്ടില്ല ജിആർ അവരതാണ്. ആ ഓക്കെ 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 ഓക്കെ. ആരെ ഈ ജീനാറിന്റെയോ? ആ ജിആറിനാണ് ജിആർ. ഓ ഓക്കെ 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 ഓക്കെ. ഞാൻ സംസാരിച്ചോളാം. ഞാൻ എനിക്ക് അവിടെ ഇൻവൈറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ പോവാ. ഓ ഓക്കെ 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 ആണല്ലേ. ആ ഞങ്ങൾ എന്തായാലും സംസാരിച്ചോളാം. ഓക്കെ എന്നാ ശരി, അതൊന്ന് ഡീൽ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ശരി ശരി. ബൈ സബ്ഗുരു. ഗയ്സ്, ഞാൻ ജസ്റ്റ് ഷമീറിനെ ഒരു ഇത് ഷമീറിനെ ചുമ്മാ പൊക്കിക്ക് പാക്കാൻ വേണ്ടിയിട്ട് തൊപ്പിയേക്കാളും കിടിലമാണെന്ന് ഇപ്പൊ നമ്മള് ടി വിക്കകത്തൊക്കെ നമ്മള് പറയത്തില്ലടാ എന്നെയൊക്കെ കിടിലം പാട്ടുകാരൻ ചന്ദ്രന അങ്ങനെ പറയൂലേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞത് RP ആയിട്ട്, അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. റിയൽ ആയിട്ട് അങ്ങനെ ഇത് പറഞ്ഞതല്ല. എടാ ഞാൻ ഓടിക്കുന്നത് എടാ അവരുടെ GNR ഒന്ന് മാർക്ക് ചെയ്തടാ. അതിന് കൺവേർട്ട് ചെയ്ത് ഇതാക്കില്ല ഏട്ടാ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എനിക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് എല്ലാരെയും ബോധിപ്പിക്കാൻ ഞാൻ അത്ര പറഞ്ഞുള്ളൂ. ഞാൻ അതാ ഉദ്ദേശിച്ചു. ഹലോ അപ്പൊ മാപ്പ് പ്രസവിപ്പിച്ചോ? ഇത് സൈഡില് വേറൊരു മാപ്പ്. ഇപ്പൊ അവിടെയാണ് അടിയൊക്കെ നടക്കുന്നത്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. എനിക്കറിയില്ല മള്ളി, ഇത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ താഴെ വേറൊരു മാപ്പ്. 1106 എനിക്ക് ഞാൻ മാർക്ക് ചെയ്യാം. ഞാൻ ഇട്ടല്ലോ, പക്ഷെ കാണിക്കുന്നില്ല അങ്ങനെ സ്ഥലം. ഇപ്പോഴും മാർക്ക് ചെയ്യാൻ ഒരുത്തനും അറിയില്ല. പോസ്റ്റൽ ഡെസ്റ്റിന്റ് എക്സിസ്റ്റോ? അങ്ങനത്തെ പോസ്റ്റ് ഇല്ലെന്ന് കാണിക്കണേ. അയ്യോ പിന്നെന്താ ഇതെങ്ങനെ? പഴയ അവസ്ഥയില്ല ഇതിനൊക്കെ ഇപ്പോഴും. ഇതെന്താ പറയാൻ പറ്റൂലേ? ഇതെന്താ ഇത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത് എന്താ ഒന്നും പറയാൻ നമ്പർ പറഞ്ഞേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. എന്ത് മൈര്യ ഇതൊക്കെ? 1106 ഒന്ന് കണ്ടുപിടിച്ചു. 1106 സംസാരിക്കാൻ പറ്റൂലേ ഇവിടെ? എവിടെ ഇത് എവിടെയാണ് കിട്ടിയോ? ബാക്കിലോട്ടാണല്ലേ? നമുക്ക് അവരുടെ ജസ്റ്റ് ഗ്യാങ് ഹൗസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അങ്ങ് പോവാം. അല്ലെങ്കിൽ അതെവിടെ? അത് എയർപോർട്ട് അല്ലേ മാർക്ക് ചെയ്തേക്കുന്നത്? അത് 1006. ഹലോ അത് 1006. ഇത് ഇത് ANB അല്ലേ? ഇത് വേറെ ANB. ഹലോ ബ്രോ, ഓ ഇതാണ് ഇതല്ലേ? ഹലോ ബ്രോ കേക്കോ? ഓ ആ ഇതല്ലേ പുതിയ വണ്ടി? അതെ ഇത് നേരെ തൊട്ട് മുകളിൽ ബെല്ലാരി ഗ്യാങ് ഹൗസിന്റെ അവിടെ ഞങ്ങളുടെ ഗ്യാങ് ഹൗസ്. ആ ഓക്കെ 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 ഓക്കെ. ഇത് കൊള്ളാം. കിങ് കോങ് ഉണ്ട്. ഇതല്ലേ സുനിമോൻ ചെയ്ത വീഡിയോ ഇതല്ലേ? അതെ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ വീഡിയോയില് ബെല്ലത് 6 കൊള്ളാം. സെറ്റ്. ഓക്കെ ഓക്കെ ബ്രോ കാണാം. ഓക്കെ കാണാം. കൊള്ളാലോ വണ്ടി? അണ്ണന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് ഭയങ്കര ലൈറ്റാണ്. അയ്യോ ഒരാൾ എടുക്കണ്ട്. മള്ളി അവര് സ്പെല്ലിംഗ് തിരിച്ചാണ് അടിച്ചിരിക്കുന്നത്. ഗ്യാങ് ഓഫീസിന് ഗ്യാമ്പ് ഓഫീസിരുന്നത് അടിച്ചു വെച്ചിരിക്കുന്നത്. കേറാൻ പറ്റില്ല വണ്ടി. സ്പെല്ലിംഗ് തെറ്റാണ് അതില്. എന്താ GANB ഓഫീസിൽ നിന്ന് GANG അല്ലേ ഗ്യാങ്? GNP എന്നാ അടിച്ചേക്കുന്നേ. അത് ANB അവരുടെ പേരാ. നിനക്ക് എന്താ ബാബു? ഇല്ല മനസ്സിലായില്ല മള്ളി. ഇത് കറക്റ്റ് അല്ല, നമുക്ക് വായിക്കാൻ പറ്റില്ല. നമ്മള് വാരടിക്കുമ്പോ എങ്ങനെ അടിക്കപ്പോ? നിന്നെ ആദ്യം സ്കൂളിൽ ചേർക്കണം എന്തേലും പഠിപ്പിക്കാൻ. നീ ഇപ്പഴും മലയാളം പഠിച്ചിട്ടില്ലല്ലേ? മലയാളം ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തില്ല മള്ളി. കണ്ട് എനിക്കൊരു മോനുണ്ടായ എന്തായാലും ആ സ്കൂളിൽ ഞാൻ ചേർക്കത്തില്ല. അതിന് സ്കൂളിന്റെ ആവശ്യം വരില്ലല്ലോ. അതെന്താ? 1105 ഞാൻ കണ്ടു കേട്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷനിലോട്ട് പോവാം. 1105 ഞാൻ മാർക്ക് ചെയ്തു. 6 അവിടെ കാണാനില്ല. ഇത് ഇപ്പൊ തിരിച്ചു പോണോ? എയർപോർട്ട് എയർപോർട്ട് വെച്ച് കഴിഞ്ഞാലേ ആ എയർപോർട്ടിന് തൊട്ടപ്പുറത്ത് തന്നെയല്ലേ ഇപ്പോഴും.
എടാ ദേവക്കുട്ടി ഒന്ന് വിളിച്ചേടാ 7755 എന്തോ ആണ് നമ്പർ. ദേവക്കുട്ടിയുടെ നമ്പർ അറിയാവോ? 1105 മുള്ളി അത് തന്നെ ഗ്യാങ് ഹൗസിന്റെ പറ്റിക്കാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. ഉണ്ടോ? ആ പ്ലോട്ട് കണ്ടറിയാൻ നല്ലൊരു ഗ്യാങ് ഹൗസ് വെച്ചുള്ള സ്ഥലമുണ്ട് അവിടെ. കൺഫേം ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. മുള്ളി നമ്മുടെ ചന്ദ്രൻ ഇവിടെ പോയി. അവനെ കണ്ടില്ലടാ ഇന്ന്. ആണോ? എനിക്കെന്താ പറയാ, നീ വരുന്നുള്ള കാര്യം എവിടെ എന്തെങ്കിലും ഒരു ലീക്ക്ഡ് പോയായിരുന്നോ? പറഞ്ഞായിരുന്നു രാവിലെ ഒരു സാറ്റലൈറ്റ് കോള് പോയായിരുന്നു. അപ്പൊ പറഞ്ഞു. ഹലോ ദർശു. ചേട്ടാ പറഞ്ഞോ. അന്നോ മുള്ളി ദർശന. ഇല്ലടാ ബാബു അതല്ല, ദർശന ചേട്ടൻ. ദർശന ചേട്ടാ പറ. ചേട്ടനോ? ആ അതെ ഞാൻ ബാബുവിന്റെ കൂടെ. തിരക്കാണോ അണ്ണൻ? ആ അതെ ബാബുവിന്റെ കൂടെ ആയിരുന്നേ. ശരിയാണ്. എന്റെ ഫ്രണ്ടിനൊരു സംശയം. കണ്ണി കാണാൻ മുള്ളി ദർശന എന്തായിരുന്നു സംശയം? എന്തായിരുന്നു? നമ്മള് ഫ്രണ്ട്സ് ആണോന്ന്. ആ അതെ പിന്നല്ലേ അങ്ങനെ പറ. അല്ല ഞാനൊന്ന് സ്പീക്കറിലിടാ. ഓക്കെ ചോദിച്ചോ. ഹലോ ചോദിച്ചോ. ഇതാരാണ്? ഞാൻ ഹെലൻ മരിയ. ഹായ് ഹെലൻ. ഹായ് ഹലോ. അതെ നിങ്ങൾ കമ്മിറ്റഡ് അല്ലാണോ? അല്ലല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഞാനും ദർശനെ ആണല്ലേ. പക്ഷേ ഞാൻ സിറ്റി വന്നപ്പോ തൊട്ട് കേൾക്കുന്ന ഇപ്പൊ ദർശന കമ്മിറ്റഡ് ആയി ഇതാണെന്നൊക്കെയാ. അപ്പൊ ദർശനെ വിളിച്ചപ്പോ ദർശന അറിഞ്ഞ് അണ്ണന്റെ കൂടെ ആണെന്നോ. എന്റെ കൂടെ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. അടിച്ച് ചെപ്പക്കല്ല് പൊട്ടിക്കാൻ പറ മുള്ളി. ദർശനയുടെ ചേട്ടനാടാ. എന്തുപറ്റി? ആര് പറഞ്ഞു? അനാവശ്യം പറഞ്ഞു ആരെങ്കിലും? ദർശനി മുള്ളി കമ്മിറ്റഡ് ആയിരുന്നല്ലോ. ഇല്ല അത് അനാവശ്യമല്ലല്ലോ. അതല്ലേ നമ്മുടെ ആവശ്യതാണ്. പക്ഷെ അത് വെളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യാവൂലേ? ഇല്ല അങ്ങനെയല്ല. ദർശനയുടെ ചേട്ടൻ എന്തോ ഇത് ആരോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ പ്രശ്നം ഉണ്ടാക്കാനല്ല, അത് പെൺകുട്ടിയല്ലടാ, അവർക്ക് ഫ്യൂച്ചർ നോക്കണ്ടേ. മള്ളി ആ ദർശന ചേട്ടൻ എന്നെ ഒന്ന് കാണില്ല. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ച് കാര്യം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇല്ലടാ അത് വേണ്ട. എനിക്ക് അത്ര പരിചയമില്ല പുള്ളിയെ, അതുകൊണ്ടാ. പിന്നെ വേണ്ട മുള്ളി. സോൾവ് ചെയ്ത് തരാന്ന്. ഇതെന്ത് ഫോൺ ചാർജ് ആവാത്തെ? പവർ ബാങ്ക് ഉണ്ട്. യൂസ് കൊടുത്തിട്ട് ചാർജ് ആവുന്നില്ല. ചേട്ടന്റെ നമ്പർ എനിക്ക് കാണാതെ അറിഞ്ഞൂടാ. കാരണം പുള്ളി ഫോൺ ഓഫ് ആയി പോയി. ദർശനം ഇല്ല ഇവിടെ. ഉണ്ടെങ്കിൽ ഞാൻ ബാബുവിനെ പരിചയപ്പെടുത്തില്ലേ? അതാണ് ഞാൻ നോക്കണേ. ഞാൻ പരിചയപ്പെട്ടത് ആർക്ക് പരിചയപ്പെട്ട് കൊടുക്കും? പിന്നല്ലാതെ അതാണ് ഡബ്ല്യു എല്ലോ ഒന്നും ഇവിടില്ലേ? ഞാൻ അതൊക്കെ നോക്കാതെ തന്നെ പറഞ്ഞത്. അതിന്റെ പേര് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും പറഞ്ഞ വെളിയിൽ നോക്കിയിരിക്കുന്നു. വെളിയിൽ എങ്ങനെ സോൾവ് ചെയ്തു? ഞാനിപ്പോ അങ്ങനെ പണ്ടത്തെ പോലെ അല്ലടാ. ഞാനിപ്പോ ഭയങ്കര ഇപ്പൊ ഒരു അടിപൊട്ടൊന്ന് കാത്തിരിക്കുവായിരുന്നു വെള്ളി. അതിന് വേണ്ടി ഞാൻ ഒരുപാട് മാറിപ്പോയി. അതില് 3 ഡബ്ല്യു കമ്മിറ്റ് ഞാനായിരുന്നു. ഇതാണ് അവരുടെ ഗ്യാങ് ഹൗസ്. ഞാൻ പറഞ്ഞ മള്ളി നല്ല കണ്ണായ പ്ലോട്ട് മള്ളി. ഇത് പണ്ടത്തെ ബിസിനസ്. ചോദിക്കാൻ മള്ളി. ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ചോദിക്കാം. എവിടെ ഉള്ളേ? ഹലോ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി, ക്ഷമിക്കണം. ബാബു വരാൻ താമസാണ്. വീടിന് വെളി നോക്കുമ്പോ ഒരു ചൈനീസ് ടച്ച് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് വണ്ടി കണ്ടിട്ട് ഞങ്ങളെല്ലാരും വണ്ടീന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്കിപ്പോ ഡൗട്ട് എന്ന് പറഞ്ഞാൽ GNRന്റെ വണ്ടിയാണോ ANBയുടെ വണ്ടിയാണോ നമ്മളിപ്പോ കണ്ടത്? സുഖല്ലേ? സുഖമാണ്. അപ്പൊ ഈ ANBയുടെ വണ്ടി ഈ സെയിം കളർ കോഡ് അല്ലേ? അല്ല, അവരുടെ ഒരു ഗോൾഡൻ കളറാ വരുന്നത്. ആണല്ലേ? വാസണ്ണ വെൽക്കം ടു GNR. ഓ താങ്ക് യു.
ഇത് നമ്മുടെ വണ്ടികളാണ്, നമ്മളെ 2 വണ്ടികളാണ് നമ്മുടെ ഗ്യാങ് ഹൗസ്. ഇവിടെ കാണാനുള്ള ഏറ്റവും മെയിൻ സാധനങ്ങൾ ഇത് രണ്ടുമാണ്. ഒരു സെക്കൻഡ്. ഹലോ ഹലോ, ഞാൻ ഹെലനാണ്. മറ്റേ നേരത്തെ വിളിച്ചില്ലേ, മറ്റേ ദർശനയുടെ ഫോണിൽ സംസാരിച്ചേ. ആ ഹെലൻ പറ. എനിക്ക് എന്റെ നമ്പർ അതൊന്ന് ഇല്ല, ദർശന വന്ന നമ്പർ അല്ല, എന്റെ ഹെലന്റെ നമ്പർ ഉണ്ടല്ലോ. നേരത്തെ ഞാൻ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ ഞാൻ എന്റെ സിം ഇട്ടിരിക്കുന്നത് ചന്ദ്രന്റെ ഫോണില്ല. ചന്ദ്രൻ ഇവരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് അണ്ണന്റെ അടുത്ത്. മറ്റേ മീനിക്കുട്ടി വിളിച്ചോണ്ട് വന്നേ. ആ പക്ഷെ അതൊക്കെ ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. ഇത് ചന്ദ്രന്റെ ഫോണാ ഇത്. ആണല്ലേ? ഇതിൽ എന്റെ സിം ഇട്ടേക്കുവാ ഞാനിപ്പോ. ഓ ഐ സി. അതല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചോണ്ട് കത്തി മീൻസ് കോള് കട്ടായല്ലോ. എന്റെ ചാർജ് തീർന്നു പോയതാ. ആണല്ലേ? ഇവളിവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. അതാ പറ്റിപ്പോയ. ഒരു മിനിറ്റ്. എന്തിനു വഴക്കുണ്ടാക്കി? അത് എന്തിനു വഴക്കുണ്ടാക്കി? അല്ല, മീൻസ് എന്തോ പറഞ്ഞോണ്ട് കട്ടായി പോയപ്പോഴത്തേക്ക് അണ്ണൻ ചോദിച്ചല്ലോ അണ്ണന്റെ കൂടെ കമ്മിറ്റഡ് ആണെന്നാണോ പറഞ്ഞേന്ന്. അങ്ങനെയല്ല അവള് പറഞ്ഞേ. ഞാൻ വിളിച്ചപ്പോ ഇവള് അണ്ണന്റെ കൂടെ സംസാരിച്ചോണ്ട് നിക്കുവാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കരുതി ഇനി ഇവര് നാട്ടുകാര് പറയുന്നതിൽ വലിയ സത്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അവളോട് ചോദിച്ചു. അവള് പറഞ്ഞു അണ്ണനോട് തന്നെ ചോദിക്കാൻ. നല്ല ഫ്രണ്ട്സ് ആണ് ഞാനും ദർശനയും. ആണല്ലേ? അല്ല വേറൊന്നല്ല, ഇവക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പക്ഷെ ഞാനുണ്ടല്ലോ ദർശനക്ക്. അല്ല അങ്ങനെയല്ല, ഐ മീൻസ് എല്ലാവരും പെട്ടെന്ന് സിങ്ക് ആവണോന്നല്ലേ ഉള്ളവിടെ. അതാണ് അപ്പൊ നാട്ടുകാരിങ്ങനെ പറയുന്നത്. മീൻസ് 2-3 പേര് എന്നോട് പറഞ്ഞു ഇപ്പൊ ദർശനം മാറിപ്പോയി, ദർശനം കമ്മിറ്റഡ് ആയി, അതാണ് ഇതാണെന്നൊക്കെ. ഇല്ല, ഞങ്ങളിപ്പോ കറന്റ് നല്ല ഫ്രണ്ട്സ് ആണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചുമ്മാ അതൊന്ന് ചോദിക്കാൻ വന്നേരം വിളിച്ചു, അന്നേരമാണ് കട്ടായി പോയത്. കുഴപ്പമില്ല ഹെലൻ. ഓക്കെ 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 ഓക്കെ. ഞങ്ങൾ ഒരു ഗ്യാങ് ഹൗസ് വിസിറ്റിന് വന്നതാ. ഞാനൊന്ന് കണ്ടിട്ട് വിളിക്കാവേ. ഓക്കെ ഓക്കെ. ഡൗട്ട് ഉണ്ടോ? എന്താടാ ദർശന ചേട്ടൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ദർശനയുടെ ചേട്ടനെ മറ്റേ ഒരു ഇതിന്റെ കാര്യം പറയാൻ വേണ്ടി